എല്ലാവർക്കും എലിവേറ്റർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 2026 മാർച്ചിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. 20 ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അടുത്തിടെ അന്തരിച്ച പ്രശസ്തയായ ഒഡീസി നർത്തകി ആരാണ്? ഉത്തരം മധുമിത റൗത്താണ്. മധുമിത റൗത്താണ് അടുത്തിടെ അന്തരിച്ചിട്ടുള്ള ഒഡീസി നർത്തകി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്ട് 17 ഉൾപ്പെട്ട് 2026 ഏപ്രിൽ 3 കമ്മീഷൻ ചെയ്യപ്പെടുന്ന യുദ്ധക്കപ്പൽ ഏതാണ്? ഉത്തരം താരഗിരി F-41 ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2026 മാർച്ചിൽ സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാന സർക്കാർ ഏതാണ്? ഉത്തരം ആന്ധ്രാപ്രദേശ് സർക്കാരാണ്. ആന്ധ്രാപ്രദേശ് സർക്കാരാണ് 2026 മാർച്ചിൽ സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്കായിട്ട് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ച ഗ്യാരണ്ടീഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി പദ്ധതി ആരംഭത്തിൽ എത്ര നഗരങ്ങളിലാണ് ലഭ്യമാകുന്നത്? ഉത്തരം 6 നഗരങ്ങളിലാണ്. അടുത്ത ചോദ്യം നോക്കാം. 2026 മാർച്ചിൽ കലയും സംസ്കാരത്തിനും നൽകിയ സംഭാവനകൾക്ക് UAE പാർലമെന്റിൽ നിന്ന് വുമൺ എംപവർമെന്റ് അവാർഡ് നേടിയ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം ഋതുപർണ സെൻഗുപ്തയാണ് 2026 മാർച്ചിൽ കലയും സംസ്കാരത്തിനും നൽകിയ സംഭാവനകൾക്ക് UAE പാർലമെന്റിൽ നിന്ന് വുമൺ എംപവർമെന്റ് അവാർഡ് നേടിയ ഇന്ത്യൻ വനിത. അടുത്ത ചോദ്യം നോക്കാം. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലം ഏതാണ്? ഉത്തരം കൊടുവള്ളിയാണ്. അവിടെ 11 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ്? ഉത്തരം നിയോഫൈറ്റ് ID. അടുത്ത ചോദ്യം നോക്കാം. ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്ക് എത്തുന്ന എണ്ണവാതക കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ. അടുത്ത ചോദ്യം നോക്കാം. BPCL ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം നമ്മുടെ ഗുരുഗ്രാമാണ്, ഹരിയാനയിലുള്ള ഗുരുഗ്രാം. അടുത്ത ചോദ്യം നോക്കാം. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന അഗ്നിപർവ്വതങ്ങൾ കണ്ടെത്തി ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ഭൂപതി രാജു ആൻമിഷ് വർമ്മയാണ്. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന അഗ്നിപർവ്വതങ്ങൾ കണ്ടെത്തി ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യക്കാരൻ. അടുത്ത ചോദ്യം നോക്കാം. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? ഉത്തരം എവിയാൻ, ഫ്രാൻസിലെ എവിയാൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2026 മാർച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം ആഷ്ലി വെസ്റ്റ്വുഡ്. അടുത്ത ചോദ്യം നോക്കാം. മോർണിംഗ് കൺസൾട്ട് സർവേ പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ രാഷ്ട്രീയ നേതാവ് ആരാണ്? ഉത്തരം നമ്മുടെ നരേന്ദ്രമോദിയാണ്. അടുത്ത ചോദ്യം നോക്കാം. വനസംരക്ഷണത്തിൽ ജനപങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ച് സ്ത്രീകളുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച നിങ്ങോൾ വൻ ഇനിഷ്യേറ്റീവ് ഏത് സംസ്ഥാനമാണ് ആരംഭിച്ചിട്ടുള്ളത്? ഉത്തരം മണിപ്പൂരാണ്. അടുത്ത ചോദ്യം നോക്കാം. MLA-മാരുടെ നിയമസഭയിലെ ദിവസേന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം MLAtrack.com ആണ്. MLAtrack.com. അടുത്ത ചോദ്യം നോക്കാം. 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഗേർഡ് ഫാൾട്ടിങ്സിനാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. നേപ്പാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത് ആരാണ്? ഉത്തരം ബാലേന്ദ്ര ഷാ. അടുത്ത ചോദ്യം നോക്കാം. 2027 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? ഉത്തരം സുദർശൻ പട്നായിക്. അടുത്ത ചോദ്യം നോക്കാം. 2026 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? ഉത്തരം ജയ്വാർ, ഉത്തർപ്രദേശിലെ ജയ്വാറിലാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരള ഹൈക്കോടതിയിലെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആരെയാണ്? ഉത്തരം അഡ്വക്കേറ്റ് P. ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 20 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.